നമസ്കാരം. അക്ഷരാർത്ഥത്തിൻ്റെ ഭക്തി എന്നുള്ള വിഷയത്തിൽ ഉള്ള സംപ്രേഷണത്തിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഭക്തി എന്നുള്ളത് ആളുകൾക്ക് എന്താണെന്ന് കൃത്യമായി അറിയാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം അതിന് മുന്നായി നമ്മൾ ഒരു പദം കൂടി ചേർക്കും. ആ പദമാണ് അക്ഷരമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഭക്തി എന്ന് പറയുമ്പോൾ അക്ഷരഭക്തിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അക്ഷരത്തോടുള്ള, ക്ഷരമല്ലാത്തതിനോടുള്ള, അദ്വൈതത്തോടുള്ള ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ അത് യോഗവുമാണ്. 3 യോഗങ്ങളാണ് ഭാരതീയ സംസ്കാര സംസ്കൃതിയിൽ പറയപ്പെട്ടിട്ടുള്ളത്. ഒന്ന് കർമ്മയോഗം, 2 ജ്ഞാനയോഗം, 3 ഭക്തിയോഗം. അപ്പോൾ ക്രമം എങ്ങോട്ട് വേണമെങ്കിൽ ഈ യോഗത്തിൻ്റെ മാറ്റാം. അപ്പോൾ ഭക്തി യോഗമാണ്. യോഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അക്ഷരവും അർത്ഥവും യോജിച്ചിരിക്കും. ശിവനും ശക്തിയും യോജിച്ചിരിക്കും. ഇതാണ് യോഗം. നമ്മൾ ആയുർവേദത്തിലൊക്കെ കേട്ടിട്ടുണ്ട് മരുന്നിൻ്റെ യോഗം. മരുന്നിൻ്റെ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ശിവനും ശക്തിയും ചേർന്നിരിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു. അതിന് വേറൊരു രീതിയിൽ നമ്മൾ പറയാറുണ്ട് മരുന്നും മന്ത്രവും. മന്ത്രം എന്ന് പറയുന്നത് ശിവനും മരുന്ന് എന്ന് പറയുന്നത് ശക്തിയുമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോൾ ശിവശക്തി മേളനമാണ്, അക്ഷരാർത്ഥ മേളനമാണ് യോഗം എന്ന് പറയുന്നത്. അതിൽ 3 വിഭാഗമായിട്ട് യോഗത്തെ തിരിക്കുന്നതിൽ ഒരു പ്രധാന യോഗമാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. ഇവിടെ അക്ഷരത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് നടക്കുന്നത്. അക്ഷരത്തോട്, അദ്വൈതത്തോട്, ഓംകാരത്തോട് സമ്പൂർണമായ സമർപ്പണം, ആത്മസമർപ്പണം, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭാരതത്തിൽ ഭക്തിയാണ് ഉള്ളത്. ഭാരതം എന്ന് പറയുന്നത് ഭക്തിക്ക്, കർമ്മത്തിന്, ജ്ഞാനത്തിന് പേരുകെട്ടതാണ്. അതിൽ ഭക്തി എന്ന് പറയുന്നത് അക്ഷരത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ്. എന്ന് പറഞ്ഞാൽ അക്ഷരഭക്തിയാണത്. അക്ഷരഭക്തി, അക്ഷരഭക്തി യോഗം, അതാണത്. ഓംകാര അക്ഷര അദ്വൈത ഭക്തി യോഗം, അതാണ് ഭക്തി. ഈ ഭക്തി എന്ന് പറയുന്നത് അനന്തമാണ്. അക്ഷരം പോലെ തന്നെ അനന്തമാണ്. അതിനാൽ തന്നെയാണ് ഭക്തനും
ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ലാത്തത്. ഭക്തനും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ലാത്തതെന്തോ അത് ഭക്തി. രണ്ടും ഒന്നാണ്. ശിവൻ തന്നെയാണ് ശക്തി, ശക്തി തന്നെയാണ് ശിവൻ. അക്ഷരം തന്നെയാണ് അർത്ഥമായിരിക്കുന്നത്, അർത്ഥം തന്നെയാണ് അക്ഷരമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള യോഗ നൈരന്തര്യത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭഗവാനും ഭക്തനും എപ്പോഴും ഒന്നായിരിക്കുന്ന യോഗത്തിലിരിക്കുന്ന അവസ്ഥ, അതാണ് ഭക്തി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹനുമാൻ. ഹനുമാനെ നമ്മൾ വിളിക്കുന്നത് ഭക്ത ഹനുമാൻ എന്നാണ്. ഹനുമാൻ സദാ രാമനാമ ജപം ധരിച്ചവനാണ്. രാമനാമ ജപധാരിയാണ് ഭക്ത ഹനുമാൻ. രാമം എന്ന് പറഞ്ഞാൽ രാമ എന്ന് പറഞ്ഞാൽ രാ എന്ന് പറയുന്ന ശിവനും മാ എന്ന് പറയുന്ന ഉമ ശക്തിയുമാണ്. ഈ രായാകുന്ന ശിവനും മായാകുന്ന ഉമയും ശിവശക്തി ചേർന്നതിനെയാണ് രാമനാമം എന്നുകൊണ്ട് പറയുന്നത്. അതുകൊണ്ടാണ് രാമനാമം ശ്രേഷ്ഠമാകുന്നത്. അക്ഷരത്തിൽ രാമനാമം ശ്രേഷ്ഠമാകുന്നതിന് കാരണം അതാണ്. ഈ രാമനാമ ജപധാരിയാണ് ഭക്ത ശിരോമണി ഭക്ത ഹനുമാൻ. നമുക്ക് അതിൻ്റെ ഉദാഹരണമായി ഭക്തകുചേലൻ. ഭഗവാനും സുധാമ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സുധാമ എന്ന് പറയുന്ന തത്വവും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന തത്വവും തമ്മിൽ ഭേദമില്ല. സുധാമയുടെ ഭക്തി, ഭക്തകുചേല. പിന്നെ നമ്മുടെ നാട്ടിൽ മലയാള ദേശത്തുണ്ടായിരുന്ന ഭക്ത കവി പൂന്താനം, നമുക്കറിയാവുന്ന നമ്മുടെ മലയാള ദേശത്തിൻ്റെ സ്വന്തം പൂന്താനം. ഗുരുവായൂരപ്പൻ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് നമുക്കിഷ്ടം എന്ന് വ്യക്തമാക്കി ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പം ഭക്തി എന്ന് പറയുന്നത് യോഗമായിരിക്കെ യോഗത്തെ ഭൂമിയിലേക്ക് വീണ്ടും അവതരിപ്പിച്ച് മഹാഭാരത യുദ്ധത്തിൻ്റെ സമയത്ത് വീണ്ടും അവതരിപ്പിച്ചവനാണ് യോഗ ഈശ്വരനായ ശ്രീകൃഷ്ണൻ. അപ്പോൾ ഭക്തിക്ക് വളരെ വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ ഭക്തരായവർക്ക് അക്ഷരത്തെ ദർശിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഭക്തരാകുക എന്നുള്ളത് എല്ലാവർക്കും സാധ്യമാകുന്നത് ഒരു കാര്യമല്ല. അതിനാലാണ് ഭാരതക്ഷേത്രത്തിൽ, ജ്ഞാനക്ഷേത്രത്തിൽ, മലയാള ക്ഷേത്രത്തിൽ അമ്പലങ്ങൾ എന്ന് പറയുന്ന, മന്ദിറുകൾ എന്ന് പറയുന്ന, ദേവസ്ഥാനങ്ങൾ എന്ന് പറയുന്ന, കോവിലുകൾ എന്ന് പറയുന്ന അക്ഷര പൂജാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കപ്പെട്ടു. ഭക്തിയിലേക്ക്, നാദബ്രഹ്മത്തിലേക്ക് എത്താനുള്ള ആദ്യത്തെ പടിയായാണ് ക്ഷേത്രങ്ങൾ താന്ത്രിക വിധി പ്രകാരം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ
ശിവനും ശക്തിയും മേളിക്കുക തന്നെയാണ് ചെയ്യുന്നത്, യോഗാവസ്ഥയിലിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആത്മാവും പരമാത്മാവും, ജീവാത്മാവും പരമാത്മാവും ഐക്യത്തിലിരിക്കുന്ന സ്ഥലമാണ് ദേവസ്ഥാനം അഥവാ അമ്പലം അഥവാ ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഭക്തി എന്ന് പറയുന്നതിലേക്ക് കടക്കാം. അതൊരു വഴിയാണ്. അപ്പോൾ അമ്പലങ്ങളെന്ന് പറയുന്ന ക്ഷേത്രങ്ങളിൽ ഭക്തരെ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് അടിസ്ഥാനം. ഭക്തി കേന്ദ്രങ്ങളിൽ ഭക്തർക്ക് പോകാം, ഭക്തരെ പോകാൻ പാടുള്ളൂ. ഭക്തിയില്ലാത്തവർക്ക്, അക്ഷരത്തെ അറിയാത്തവർക്ക്, യോഗത്തെ അറിയാത്തവർക്ക്, അക്ഷരാർത്ഥത്തെ അറിയാത്തവർക്ക്, ശിവനെ അറിയാത്തവർക്ക്, ശക്തിയെ അറിയാത്തവർക്ക്, അവർക്ക്, ശൂദ്രർക്ക് ക്ഷേത്രങ്ങളിൽ, അമ്പലങ്ങളിൽ, ദേവസ്ഥാനങ്ങളിൽ, മന്ദിരങ്ങളിൽ, കോവിലുകളിൽ സ്ഥാനമില്ല. അവർ അതിന് പുറത്ത്. ഈ തത്വമാണ് പണ്ട് മലയാള ദേശത്ത് കൃത്യമായി നടപ്പിലാക്കിയിരുന്നത്. കൃത്യമായി നടപ്പിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം അങ്ങനെയാണ് നിയന്ത്രിച്ചിരുന്നത്. അതായത് ഭക്തരായവർക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞാൽ അക്ഷരമറിയാവുന്നവർക്ക് പ്രവേശിക്കാം. അക്ഷരമറിയുന്നവൻ അർത്ഥത്തെയും അറിയുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ മലയാള ഭൂമിയിൽ, ഭാരതഭൂമിയിൽ നിർമ്മിക്കപ്പെട്ടത്. ഈ ഭക്തി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലൂടെ പ്രവേശിക്കാവുന്നതാണ്. അതാണ് ക്ഷേത്ര കവാടം എന്ന് പറയുന്നത്. അതിലൂടെ ഭക്തിയിലേക്കുള്ള പ്രവേശനമാണ് നടക്കുന്നത്, അക്ഷരഭക്തിയിലേക്കുള്ള പ്രവേശനമാണ് നടക്കുന്നത്. ആളുകൾക്ക് സാധിക്കാത്തവർക്ക് അതൊരു തുടക്കമാണ്, ആരംഭമാണ്, അക്ഷരഭക്തിയിലേക്കുള്ള ആരംഭമാണ്. അതുകൊണ്ടാണ് ഭാരത സാഹിത്യം അക്ഷരലിപികളാൽ സമ്പന്നമായിട്ടുള്ളത്. പൂന്താനം എഴുതിയിട്ടുള്ള ജ്ഞാനപ്പാന, ജ്ഞാനത്തെ പാനം ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത് അക്ഷരലിപിയിലാണ്. അത് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പൂന്താനത്തിന് ദർശനീയനാണ് ഗുരുവായൂരപ്പൻ. പക്ഷെ ബാക്കിയുള്ളവർക്ക് കൂടി അത് മനസ്സിലാകാൻ വേണ്ടിയാണ് അദ്ദേഹം ജ്ഞാനപ്പാനം, അക്ഷരജ്ഞാനപ്പാനം, ജ്ഞാനം പാനം ചെയ്യാനുള്ളത് അദ്ദേഹം അവിടെ മലയാള ഭാഷയിൽ എഴുതി വെച്ചിട്ടുള്ളത്. സംസ്കൃതത്തിലല്ല അദ്ദേഹം എഴുതിയിട്ടുള്ളത്. സംസ്കൃതം ആളുകൾക്ക് വായിക്കാനും കേട്ടാലും മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ, അത് കാരണം അത് ദേവഭാഷയാണ്. പൂന്താനത്തിന് സംസ്കൃതം അറിയാം. പക്ഷേ അദ്ദേഹം ബാക്കിയുള്ളവർക്ക് വേണ്ടി ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ, അക്ഷരഭക്തിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വാതായനം തുറന്നിടുകയാണ് ജ്ഞാനപ്പാനയിലൂടെ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് ഭാരതീയ സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ അക്ഷരം വിശദീകരിക്കപ്പെടുന്നു, ലിപികളിലൂടെ വിശദീകരിക്കപ്പെടുന്നു. ഇതുകൊണ്ടാണ് അക്ഷരതത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമ്പുഷ്ടമായ ഭാരതീയ സാഹിത്യം യുഗങ്ങളായി ഇവിടെ നിലനിൽക്കുന്നത്. അത് ശ്രുതിയായും സ്മൃതിയായും പുരാണങ്ങളായും ശാസ്ത്രങ്ങളായും ഭാഷകളായും സംഗീതമായും നിലനിൽക്കുന്നത് ഈ അക്ഷരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാഹിത്യമായതിനാലാണ്. ഇതെല്ലാതും ഉൽപ്പന്നമാകുന്നത് ഓമിതി അക്ഷരയിൽ നിന്നാണ്, ഏകമായ അദ്വൈതമായ അക്ഷരത്തിൽ നിന്നാണ്. ഈ അക്ഷരഭക്തിയിലേക്ക് പ്രവേശിക്കാൻ എല്ലാ മലയാളികളെയും ഭാരതീയരെയും അക്ഷരാർത്ഥത്തിൻ്റെ ഭക്തി എന്ന് പറയുന്ന ഈ സംപ്രേഷണം സഹായിക്കുമെന്ന് കരുതിക്കൊണ്ട് നന്ദി,
നമസ്കാരം.